Dear students, welcome to Tech Talks. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് പറഞ്ഞൊരു ഓപ്പറേറ്ററാണ് ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ. അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ടൈപ്പ് കാസ്റ്റിംഗ്? നെയിം ദ ഇൻബിൽറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് ഫങ്ഷൻസ് അവൈലബിൾ ഇൻ സി ലാംഗ്വേജ്. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടൈപ്പ് കാസ്റ്റിംഗ് ആൻഡ് ടൈപ്പ് കൺവേർഷൻ. 7 മാർക്സിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ആ ഒരു പ്രോഗ്രാം ശ്രദ്ധിച്ചേ. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എ ഓഫ് ടൈപ്പ് ഫ്ലോട്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10.50. അനദർ വേരിയബിൾ ബി ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് 5 ആണ്. ബിയിലോട്ട് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ 5, ഇൻറ്റീജർ ടൈപ്പ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫ്ലോട്ട് റിസൾട്ട് ഈക്വൽ ടു എ പ്ലസ് ബി. എയും ബിയും തമ്മിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദ സം വിൽ ബി അസൈൻ ടു ദ വേരിയബിൾ റിസൾട്ട്. അവിടെ അഡീഷൻ നടക്കുന്നത് നോക്കി. എ എന്ന് പറയുന്ന ഫ്ലോട്ട് ടൈപ്പാണ്, ബി എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. അത് എററൊന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. കാര്യം ദർ വിൽ ബി എ ടൈപ്പ് കൺവേർഷൻ. ദ കമ്പൈലർ വിൽ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ദ ഡേറ്റ ടൈപ്പ്. എങ്ങനെയാണ് ടൈപ്പ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറയാം. എ എന്ന് പറയുന്ന ഫ്ലോട്ട് ടൈപ്പാണ്, ബി എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. അവിടെ അഡീഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് ദർ വിൽ ബി എ ടൈപ്പ് കൺവേർഷൻ, ഡേറ്റ ടൈപ്പ് കൺവേർഷൻ. ലോവർ ഡേറ്റ ടൈപ്പ് ഹയർ ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു അഡീഷനിൽ ഫ്ലോട്ട് നമ്പറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റീജർ നമ്പറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോവർ ഡേറ്റ ടൈപ്പ് വിൽ ബി ഓട്ടോമാറ്റിക്കലി കൺവേർട്ടഡ് ടു ഹയർ ഡേറ്റ ടൈപ്പ്. അവിടെ ലോവർ ഡേറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്, higher data type is float. So integer b will be automatically converted to float. അതായത് ബിയുടെ വാല്യൂ 5 ഫ്ലോട്ടിംഗ് നമ്പർ ആയിട്ട് മാറ്റുമ്പോൾ 5.0 ആയിട്ട് മാറും. അപ്പോൾ അവിടെ അഡീഷൻ നടക്കുന്നത് 10.50 പ്ലസ് 5.0. എൻ്റെ ആൻസർ എന്താണ്? 15.50. Then 15.50 will be assigned to the variable result. റിസൾട്ടും ഫ്ലോട്ട് ടൈപ്പ് തന്നെയാണല്ലോ. ഇപ്പോൾ റിസൾട്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതും ഫ്ലോട്ട് വാല്യൂ തന്നെയാണ്. 15.50 വിൽ ബി ദ റിസൾട്ട്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഡേറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യും. കമ്പൈലറാണ് കൺവേർട്ട് ചെയ്യുക. ഇതിനെയാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്, ഓർ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ദെൻ ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേറ്റർ എന്തായിരുന്നു? ഡേറ്റ ടൈപ്പ് കൺവേർഷന് വേണ്ടിയിട്ട് പ്രോഗ്രാമർ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേറ്റർ. എന്ത് ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യണോ അത് സ്പെസിഫൈ ചെയ്യണം വിത്തിൻ റൗണ്ട് ബ്രാക്കറ്റ്സ്. അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. വേരിയബിൾ എ എന്ന് പറയുന്ന ഫ്ലോട്ട് ടൈപ്പാണ്. അത് ഇൻറ്റീജർ ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുകയാണ്, ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എക്ക് മുമ്പായിട്ട് ഓപ്പറേറ്റർ കൊടുക്കാം, ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ വിത്തിൻ റൗണ്ട് ബ്രാക്കറ്റ്സ് ഇൻറ്റ്. അപ്പോൾ അതിൻ്റെ മീനിങ് മാറി. എ എന്ന് പറയുന്ന ഒറിജിനലി ഫ്ലോട്ട് ടൈപ്പ് ആയിരുന്നു, അത് ഇൻറ്റീജർ ആയിട്ട് മാറി. അപ്പോൾ എയുടെ വാല്യൂ എന്തായിട്ട് മാറും? ഒറിജിനലി 10.50 ആയിരുന്നു, അത് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 ആയിട്ട് മാറും. ഇപ്പോൾ 10 പ്ലസ് ബി എന്ന് പറയുന്ന ഓൾറെഡി ഇൻറ്റീജർ ആണ് 5. ഇപ്പോൾ 10 പ്ലസ് 5 15, ഇൻറ്റീജർ 15. ദെൻ അത് എങ്ങോട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്? ടു ദ വേരിയബിൾ റിസൾട്ട്. ബട്ട് റിസൾട്ട് എന്ത് ടൈപ്പാണ്? ഫ്ലോട്ട് ടൈപ്പാണ്. സോ ദ ഇൻറ്റീജർ റിസൾട്ട് ഈസ് അസൈൻ ടു ദ വേരിയബിൾ ഫ്ലോട്ട്. അതെങ്ങനെ സേവ് ചെയ്യും? 15.0. ഇപ്പോൾ ഇൻറ്റീജർ എന്ന് പറയുന്നത് ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്തു, 15.0 ആണ് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ സേവ് ചെയ്യുക. ബിക്കോസ് റിസൾട്ട് ഈസ് ഓഫ് ടൈപ്പ് ഫ്ലോട്ട്. അപ്പോൾ അവിടെ ഡേറ്റ ലോസ് വന്നില്ലേ? 10.50 പ്ലസ് 5 ആക്ച്വലി കിട്ടേണ്ടിയിരുന്നത് 15.50. നമ്മളിവിടെ വേരിയബിൾ എ എന്ന് പറയുന്ന ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ പോയിന്റിന് ശേഷമുള്ള 50 ലോസായി. സോ ദർ വിൽ ബി എ ഡേറ്റ ലോസ് ആൻഡ് റിസൾട്ട് ഈസ് ഓൺലി 15. ഇൻറ്റീജർ റിസൾട്ട് 15നെയാണ് ഫ്ലോട്ടാക്കി മാറ്റിയത്. സോ 15.0. ഇവിടെ പ്രോഗ്രാമിൽ
പ്രോഗ്രാമറാണ് ടൈപ്പ് കാസ്റ്റർ യൂസ് ചെയ്തത്, ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ പ്രോഗ്രാമർ ഡേറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുക, ഓർ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. കമ്പൈലർ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻ ഓർ ഇംപ്ലിസിറ്റ് കൺവേർഷൻ. പ്രോഗ്രാമർ ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ടൈപ്പ് കാസ്റ്റിംഗ് ഓർ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ 15.0000. That's the difference between implicit and explicit type conversion. മറ്റൊരു പ്രോഗ്രാം നോക്കാം. There is a character variable CH. അവിടെ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ ഉണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ A within single quote. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഒരു ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീജർ വേരിയബിൾ A ഈക്വൽ ടു അസൈൻ ചെയ്തിരിക്കുകയാണ് ക്യാരക്ടർ വേരിയബിൾ CH പ്ലസ് 9. ദെൻ അത് പ്രിന്റ് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എറർ വരില്ലേ? കാര്യം ക്യാരക്ടർ എയും 9ഉം ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. പക്ഷേ നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എറർ വരത്തില്ല. അവിടെ ക്യാരക്ടർ വേരിയബിളും ഒരു ഇൻറ്റീജർ നമ്പറും തമ്മിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ലോവർ ഡേറ്റ ടൈപ്പ് വേരിയബിൾ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഹയർ ഡേറ്റ ടൈപ്പ്. അവിടെ ഇൻറ്റീജർ വേരിയബിൾ ആണ് അസോസിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് വിത്ത് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. സോ ക്യാരക്ടർ ടൈപ്പ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇൻറ്റീജർ. അവിടെ നിങ്ങൾ ഒരു കാര്യം അറിയണം, എവരി ക്യാരക്ടർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ യുണീക്ക് നമ്പർ. ഈ ഒരു യുണീക്ക് നമ്പറിനെയാണ് ആസ്കി എന്ന് പറയുക. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, ആസ്കി കോഡ്. ആ ഒരു ആസ്കി ടേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ദാറ്റ് ഈസ് 65. അവിടെ അഡീഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് ദിസ് ക്യാരക്ടർ ക്യാപിറ്റൽ എ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കറസ്പോണ്ടിങ് ഇൻറ്റീജർ നമ്പർ 65. Then it will be added with 9. So 65 plus 9, 74. And that 74 will be assigned to the variable A. Then അവിടെ എന്ത് ടൈപ്പ് കൺവേർഷൻ ആണ്? ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്തു, കമ്പൈലർ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് കൺവേർഷൻ ഈസ് ടൈപ്പ് പ്രൊമോഷൻ ഓർ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ആൻസർ 74 കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ദെൻ നമ്മുടെ നോട്ട്സിലോട്ട് വരാം. ടൈപ്പ് കാസ്റ്റിംഗ് ഇൻ C, ദാറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. Type casting is the process of converting one data type into another type explicitly. It is performed manually by the programmer using the cast operator. Next type is type conversion or implicit conversion. So in type conversion, a data type is automatically converted into another data type. Compiler automatically അതിനെ കൺവേർട്ട് ചെയ്യും. അതിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുക, ഓർ ഇംപ്ലിസിറ്റ് കൺവേർഷൻ. അതിനും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ആ ഒരു ക്വസ്റ്റിൽ കണക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, മെൻഷൻ ദ ബിൽറ്റ് ഇൻ ടൈപ്പ് കാസ്റ്റിംഗ് ഫങ്ഷൻസ് ഇൻ C പ്രോഗ്രാമിംഗ്. ഇങ്ങനെ ടൈപ്പ് കൺവേർഷന് വേണ്ടിയിട്ട് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അവൈലബിൾ ആണ്. കുറച്ച് ഫങ്ഷൻസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂസേജ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റ് ഫങ്ഷൻ A to F, അതിൻ്റെ യൂസേജ് ഇതാണ്. ഇറ്റ് കൺവേർട്സ് എ സ്ട്രിങ് ടു ഡബിൾ. സ്ട്രിങ്ങിനെ ഡബിൾ ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് A to F. Another function A to I. A stands for ASCII. ASCII to integer. അങ്ങനെ തന്നെ പഠിച്ചു പോകാം. Converts a string to an integer. Next functions I to A. Integer to ASCII or integer to string. So converts an integer to string. Then A to I. ആ ഒരു ഫംഗ്ഷൻ എന്തിനായിരിക്കും? ASCII to integer. Converts a binary string to an integer. അപ്പോൾ ആ ഒരു ഫങ്ഷൻസ് യൂസേജ് കൂടി പഠിച്ചു വയ്ക്കുക. ദെൻ കമ്പാരിസൺസ്, ടൈപ്പ് കാസ്റ്റിംഗ് ആൻഡ് ടൈപ്പ് കൺവേർഷൻ. അതിൻ്റെ ഡെഫിനേഷൻസ് ആൻഡ് യൂസേജിൽ നിന്ന് തന്നെ നമുക്ക് കമ്പാരിസൺസ് എഴുതാം. അതും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. 7 മാർക്സിന് ചോദിക്കുമ്പോൾ എക്സാമ്പിൾസ് കൂടി എഴുതുക.
അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.